മസ്താനിയുടെ പേര് വലിയൊരു സംഭവം. ലൈക്ക് മസ്താനി അവിടെ വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ജിഷിനും അത് അത്യാവശ്യം കുത്തിത്തിരിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതില് നെവിൻ ഇന്ന് നൈസായിട്ടൊരു വാണിങ് ജിഷിന് കൊടുത്തിട്ടുണ്ട്. ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും അത്. ജിഷിൻ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഫ്രം ദ സീറോ വന്നതാണ്, ഇവിടെ എനിക്ക് പോകാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സീറോ ആയിട്ട് പോകാൻ തന്നെ ഒന്നുമില്ല, കാരണം എല്ലാം നഷ്ടപ്പെട്ടവൻ ഒന്നും നോക്കാനുള്ള പോലത്തെ ഒരു വൈബാണ്. പക്ഷെ ജിഷിനോട് നെവിൻ പറഞ്ഞ വളരെ ഫണ്ണി ആയിട്ട് പറഞ്ഞ, എന്നാൽ വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളൊരു സെലിബ്രിറ്റി ആയിട്ട് അതിൻ്റെ ഉള്ളോട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾ നോക്കിയും കണ്ടും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അത് ഭയങ്കര നഗ്ന സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആളുകൾ, അതായത് പുറത്തുനിന്ന് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട രീതിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കൂടി കഴിയുന്ന പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ലൈക്ക് ജിഷിൻ അത് എത്രത്തോളം കലങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഭയങ്കര പോയിന്റ് ആയിട്ടാണ് നെവിൻ ആ സംഭവം അവിടെ സംസാരിച്ചത്. നോക്കിയും കണ്ടും കളിച്ചു ജിഷിനെ എന്നൊരു വാണിംഗ് ആയിട്ടാണ് എടുത്തു എന്നുള്ള രീതിയിൽ. അതേപോലെ മസ്താനി ആണെങ്കിലും ഭയങ്കര കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ആണെങ്കിലും നൈസായിട്ട് റെനെ ഫാത്തിമയെ സൈഡാക്കാൻ നോക്കി. കാരണം മസ്താനിക്ക് പണി വരുന്ന അറിയാം, അതുകൊണ്ട് തന്നെ ആളെ സേഫ് ആക്കി. ഒരു കണ്ടന്റ് ഒന്നും പ്രത്യേകിച്ച് ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാണ്, ഒരു കണ്ടന്റ് ഇല്ലാത്ത തരാനൊന്നുമില്ല. കൊച്ചവിടെ അത്യാവശ്യം അതിൻ്റെതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. നല്ലൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ തന്നെയാണ് ആസ് എ ഗെയിമർ. അപ്പം എന്റെ സൈഡാക്കി. അപ്പൊ തന്നെ റെന ഫാത്തിമ അവിടെ പോയിന്റ് ചെയ്ത കാര്യമാണ് മസ്താനിയുടെ ഭാഗത്തു നിന്നുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഗസ്റ്റേഴ്സ്. അത് ആള് നേരിട്ട് കാണുകയും ചെയ്തു. അപ്പം അത് ലാലേട്ടനോട് ഡയറക്റ്റ് പറയാൻ നിൽക്കുമായിരുന്നു, ഇങ്ങനെ സേഫ് ആക്കി തരണം, പറയാൻ പറ്റിയില്ല, ഐ മീൻ ഒതുക്കിയത് കാരണം ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു മസ്താനിയുടെ ഭാഗത്ത്. മസ്താനി ഒരു ഇന്റർവ്യൂവർ ആണ്, പക്ഷെ ആസ് എ പേഴ്സൺ അതിന്റെ അകത്ത് ചെന്നപ്പോൾ റിയൽ ക്യാരക്ടേഴ്സ് വന്നു തുടങ്ങി. ആ 19-20 വയസ്സുള്ള പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചീത്ത ഗസ്റ്റേഴ്സ് കാണിക്കാൻ. ഇപ്പൊ വീട്ടിൽ നമ്മുടെ റെനോട് പറഞ്ഞു വീട്ടിൽ കേട്ടില്ല, അതിനെ പുറത്തിറങ്ങുമ്പോൾ അന്വേഷിക്കുന്നു. അപ്പൊ ഇമ്മാതിരി ചീത്ത ഗസ്റ്റേഴ്സ് കാണിക്കുന്ന മസ്താനിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഒരു ക്യാരക്ടർ ഇല്ലാത്ത, ഒരു എത്തിക്കില്ലാത്ത, ഒരു ഹെൽത്തി ആർഗ്യുമെന്റ് ഇല്ലാതെ ഇങ്ങനെ ബാഡ് ഗസ്റ്റേഴ്സ് ഒക്കെ കാണിച്ചു. അതേപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇൻഡയറക്റ്റ്ലി അകത്ത് ചെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ശൈത്യയെ പറ്റി മോശമായിട്ട് സംസാരിക്കുക, അനുവിനെ തെറ്റിക്കാൻ നോക്കുക. എന്തായാലും മസ്താനിയുടെ ഒരു റോങ് സ്ട്രാറ്റജിയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്വസ്റ്റിന്റെ നേരെയാണെങ്കിൽ ഇപ്പം അപ്പാനിയുടെയോ നെവിന്റെയോ അനീഷിന്റെയോ വേറെ ആരുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനത്തെ ഒരു ഗസ്റ്റേഴ്സ് കാണിക്കില്ല. രന്നയുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഗസ്റ്റേഴ്സ് കാണിച്ചതിന്റെ അതവിടെ എന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. പിന്നെ ആള് വീണെടുത്ത് തുറന്നു വിടില്ല എന്നുള്ള രീതിയിൽ ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചീത്ത ഗസ്റ്റേഴ്സ് കാണിക്കുമ്പോൾ അതിനകത്ത് റെന ഫാത്തിമ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മസ്താനിയുടെ നേരെ വരുന്ന ഒരു ആരോപണം തന്നെയാണ്. അത് വളരെ മോശമായ ഒരു ആരോപണം തന്നെയാണ്. അത് ഫിംഗറിന്റെ കാര്യമൊക്കെ സംസാരിച്ചത് വളരെ ചീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു ഗസ്റ്റും ഒരു ഇൻഡയറക്റ്റ് സെക്ഷലി ടോക്കൊക്കെയാണ് മസ്താനി അവിടെ സംസാരിച്ചത്. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ മസ്താനിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇഷ്ടമാവുന്നില്ല. കാരണം രേണുവിന്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്ന രീതി, രേണയുടെ അടുത്ത് ഗെയിം കളിക്കുന്ന രീതി, പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നില്ലാത്തവരും കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവോക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. അത് ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. സോ മസ്താനി ഇത്തവണ ഇവനോ പണിപ്പുര പോകാൻ പറ്റാത്തൊരവസ്ഥ നന്നായി. അതേപോലെ തന്നെ മസ്താനി നല്ല ലാലേട്ടന്റെ ഭാഗത്ത് നല്ലൊരു ഉഗ്രൻ പണിഷ്മെന്റ് മസ്താനി ഡിസേർവ് ചെയ്യുന്നുണ്ട്.